ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 67-ാമത്തെ ശ്ലോകം നോക്കാം. ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവച്ഛരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗ ഇവ സാരഭുക്. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ദൃഷ്ടോ, ദൃഷ്ട എന്നാൽ കാണപ്പെട്ടു. എങ്ങനെ? ദിഗ്വിജയെ, ഇവിടെ കലി ഇവിടെ പ്രവേശിച്ചു ഭൂമിയിൽ എന്ന് പറഞ്ഞു. ഇനിയും കലിക്ക് എങ്ങനെയാണ്? ഇത് തൊട്ടു മുൻപ് ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാം. ഭക്തിദേവി ഇതേ ചോദ്യം ശ്രീ നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കലി ഇത്രയേറെ അധർമ്മവും പാപവും ഒക്കെ നിറഞ്ഞ, അല്ലെങ്കിൽ അതൊക്കെ വിളയാടാൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന കലിക്ക് എങ്ങനെയാണ് ഈ ഭൂമിയിൽ വസിക്കാൻ അവസരമൊരുക്കിയത് പരീക്ഷിത് മഹാരാജാവ്? ഭഗവാൻ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ മൗനം പാലിക്കുന്നത്, എങ്ങനെയാണ് കണ്ടു സഹിക്കുന്നത് എന്നൊക്കെ ഭക്തിദേവി ചോദിച്ചത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, എങ്ങനെയാണ് കലിക്ക് ഇവിടെ ഇരിക്കാൻ ഒരു അവസരമുണ്ടായത്, പ്രവേശിക്കാൻ ഇടയായത് എന്നാണ് പറയുന്നത്. ദൃഷ്ട എന്നാൽ കാണപ്പെട്ടു. എങ്ങനെ? ദിഗ്വിജയെ, ഒരു ദിഗ്വിജയത്തിൽ രാജ്ഞ പരീക്ഷിത്ത് മഹാരാജ, ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കാര്യം പറയുകയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് ഒരിക്കൽ ദിഗ്വിജയം നടത്തിയപ്പോൾ, അങ്ങനെ എല്ലായിടവും ദിഗ്വിജയത്തിനായി എല്ലായിടവും സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ദീനവച്ഛരണം ഗതഃ, ദീനവത് ശരണം ഗതഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ്. ഗതഃ വേറെ തന്നെയാണ്. അപ്പോൾ ദീനവത് ശരണം, ദീനവത് ശരണം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദീനവത് ശരണം. ദീനവത് എന്ന് പറഞ്ഞാൽ ദീനനെ പോലെ, വളരെ ദയനീയമായിട്ട് ശരണം, ശരണം എന്നാൽ നമ്മൾ പറയുന്ന ശരണം തന്നെ, അഭയം എന്നുള്ളത്. ഗതഃ എന്നാൽ പ്രാപിച്ചു. അപ്പോൾ അഭയം പ്രാപിച്ചു അല്ലെങ്കിൽ ശരണം പ്രാപിച്ചു. ന മയ മാരണീയോയം, ആരാ ശരണം പ്രാപിച്ചത് എന്നുള്ളത് നമ്മൾ പറയാം. കലിയാണ് ഇവിടെ വന്ന ഈ പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് ശരണം പ്രാപിക്കുന്നത്. ന മയാ മാരണീയോയം, ന എന്ന് പറഞ്ഞാൽ ഇല്ല. മയ, മയ എന്നാൽ എന്നാൽ. മാരണീയോയം, മാരണീയ അയം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മാരണീയോയം. മാരണീയ എന്നാൽ സംഹരിക്കപ്പെടുവാനുള്ള ആ യോഗ്യതയുള്ള ആൾ. അപ്പോൾ എന്നാൽ സംഹരിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ആളല്ല അയം. അയം എന്നാൽ ഈ, അതായത് ഈ കലി എന്ന സാരംഗ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് അപ്പോൾ കലിയെ ദയനീയമായി തന്നെ വീക്ഷിച്ച് അല്ലെങ്കിൽ ശരണം പ്രാപിച്ച ആ കലിയെ എന്തുകൊണ്ട് അന്ന് അഭയം കൊടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ശരണം കൊടുത്തു എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് ഭൂമിയിൽ വസിക്കാൻ ഇരിപ്പിടം കൊടുത്തു എന്ന് പറയുകയാണ്. കാരണം ഈ കലി എന്നാൽ മരിക്കാൻ യോഗ്യനല്ല, കലിക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ വധിക്കാതെ വിട്ടു. കാരണം സാരംഗ ഇവ സാരഭുക്ക്. സാരംഗ, സാരംഗ എന്ന് പറഞ്ഞാൽ ഈ വണ്ട്, തേനീച്ച അങ്ങനെയുള്ള ഇതിനെയാണ് സാരംഗ എന്ന് പറയുന്നത്. അവയെ പോലെ, കാരണം ഇവ എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഒരു തേനീച്ചയും വണ്ടുമൊക്കെ എപ്രകാരമാണോ സാരഭുക്ക് എന്ന് പറഞ്ഞാൽ സാരത്തെ, ഭുക്ക് എന്നാൽ സ്വീകരിക്കുന്നത്, എടുക്കുന്നത്. അപ്പോൾ ഒരു തേനീച്ച, വണ്ട് ഇവയൊക്കെ പൂവിൽ നിന്നും അതിൻ്റെ നന്മയെ മാത്രം സ്വീകരിക്കുന്നത്, പൂവിനെ നിശേഷമില്ലാതെയാക്കുകയല്ല ചെയ്യുന്നത്. പൂവിൻ്റെ ഉള്ളിലെ നന്മയെ തൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന തേനീച്ചയും വണ്ടിനെയും പോലെ ഈ പരീക്ഷിത് മഹാരാജാവ് ഒരിക്കൽ ദിഗ്വിജയത്തിനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കലിയെ കണ്ടുമുട്ടി. അന്ന് ഈ കലി വളരെ ദയനീയമായി ഈ പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് അഭയം പ്രാപിക്കുകയും അങ്ങനെ അഭയം പ്രാപിച്ച കലി തന്നാൽ മരണപ്പെടാൻ യോഗ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കലിയെ കൊല്ലാതെ വിടുകയുമാണ് പരീക്ഷിത് രാജാവ് ചെയ്തത്. ഇങ്ങനെ വിടാൻ കാരണം തേനീച്ചയും വണ്ടുമൊക്കെ ഒരു പൂവിൽ നിന്നും അതിൻ്റെ സാരത്തെ ഉൾക്കൊള്ളുന്നത് പോലെ ഈ കലിക്കും
ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കലിയെ അന്ന് കൊല്ലാതെ വിട്ടത്. ഇവിടെ നമുക്ക് ഈ ആചാര്യന്മാർ പറയാറുണ്ട്, ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയം സംഭവിക്കുന്നത് സത്യത്തിനാണ്. നമുക്കറിയാം, ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ് തപസ്, ശൗചം, അഹിംസ, സത്യം. ഇത് മുൻപുള്ള ഓരോരോ കാലയളവിൽ, ഓരോരോ യുഗങ്ങളിൽ ആ യുഗത്തിൻ്റെ അന്ത്യത്തോടുകൂടി അതാതിന് ക്ഷയം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കൃതയുഗം വരുമ്പോൾ അവിടെ കൃതയുഗം കഴിയാറാവുമ്പോഴേക്ക് തപസ്സിന് ക്ഷയം സംഭവിച്ചു തുടങ്ങുന്നു. അതുപോലെ തന്നെ ത്രേതായുഗമാകുമ്പോൾ ശൗചത്തിന് സംഭവിക്കുന്നു. അതേപോലെ ദ്വാപരയുഗമാകുമ്പോൾ അഹിംസയ്ക്കും ക്ഷയം സംഭവിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും ധർമ്മത്തിൻ്റെ 4 പാദങ്ങളും നശിപ്പിക്കപ്പെടുന്നത്, അതായത് അവസാനത്തെ പാദമായ സത്യം ഈ കലിയുഗത്തിൽ അതിന് ക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾക്കും ക്ഷയം സംഭവിക്കുന്നത് ഈ കലിയുഗത്തിലാണ്. ഈ കഥയൊക്കെ പിന്നീട് നമുക്ക് പരീക്ഷിത് മഹാരാജാവിൻ്റെ ദിഗ്വിജയമൊക്കെ പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പറയാം. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആ കലിക്ക് പിന്നെ എന്തു ഗുണമാണ് എന്ന് ചോദിച്ചാൽ, പൂന്താനം തിരുമേനി നമുക്കറിയാം ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്, യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായെന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റില്ലേതുമേ യജ്ഞമറിഞ്ഞാലും. അപ്പോൾ ഈ കലിയുഗത്തിൽ മറ്റുള്ള 3 യുഗങ്ങളെക്കാൾ ഏറ്റവും കേമമാണ് ഈ കലിയുഗം. കാരണം മറ്റുള്ള 3 യുഗങ്ങളിലെ എടുത്തു നോക്കിയാൽ വളരെ ഘോരമായ കഠിനമായ തപസ്സുകൾ കൊണ്ടൊക്കെയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിരുന്നതെങ്കിൽ, ഭഗവത് സേവ ചെയ്തിരുന്നതെങ്കിൽ, കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ഭഗവാനെ മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ കലിയുടെ ഏറ്റവും വലിയൊരു ഗുണമാണത്. ഘോരമായ തപസ് ചെയ്യാതെ തന്നെ താൻ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്ന് ഭഗവത് നാമത്തെ സദാ ഉച്ചരിക്കുന്നതിലൂടെ തന്നെ ആ മുക്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളത് കലിയുടെ ഏറ്റവും വലിയ ഒരു ഗുണമാണ്. അങ്ങനെയുള്ള കലിയെ താൻ ഉപദ്രവിക്കരുത്, തൻ്റെ കയ്യാൽ അത് ഇല്ലാതെയാവരുത്, വധിക്കപ്പെടരുത്. കാരണം ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ഈ കലിയുഗത്തിലെ മനുഷ്യർക്ക് ഏറ്റവും എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു അവസരം ഈ കലിയുഗത്തിൽ ജനങ്ങൾക്ക് എളുപ്പം ഭഗവത് പദങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ആ അവസരം താനായിട്ട് ഇല്ലാതെയാക്കരുതെന്ന ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും നന്മയുടെയും സ്വരൂപമായിരുന്ന, അല്ലെങ്കിൽ അതിനെ മുറുകെ പിടിച്ചിരുന്ന പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ ഉറച്ചൊരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തതുകൊണ്ടാണ് അന്ന് കലിയെ ഉപദ്രവിക്കാതെ വിട്ടത്, അല്ലെങ്കിൽ വധിക്കാതെ വിട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കലി പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുക്ക വന്ന് ശരണം പ്രാപിക്കുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞത്, അന്ന് വരെ പരീക്ഷിത് മഹാരാജാവ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ രാജ്യഭരണം നടത്തിയിരുന്ന ആളാണ്. പക്ഷെ കലി വന്നാൽ ഇനി അതിന് നാശം സംഭവിക്കുമോ എന്നൊരു ഭയം കൊണ്ട് പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, ശരി, എൻ്റെ രാജ്യത്ത് കയറി നീ വിളയാടരുത്, പകരം നിനക്കിരിക്കാൻ ഞാൻ 3-4 ഇടങ്ങൾ കൽപ്പിച്ചു തരാം, അവിടെ മാത്രമേ നീ ഇരിക്കാവൂ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. നമുക്കതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാവുന്നതാണ്, എങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതിൽ 4-5 ഇടങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് ദ്യൂതം, ചൂത് കളിക്കുന്നിടത്ത്, പിന്നെ ഒന്ന് പാനം ചെയ്യുന്നിടത്ത്, മദ്യപാനമൊക്കെ ഉള്ളിടത്ത്, പിന്നെ ഒന്ന് ഹിംസ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നിടത്തൊക്കെയും. അതൊരു വാക്കുകൊണ്ടായാൽ പോലും അതും കലിയുടെ വിളയാട്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, ഈ കലിയുഗത്തിൽ മനുഷ്യ മനസ്സിനെ പോലും കലി ബാധിച്ചിരിക്കുന്നു. മനുഷ്യ മനസ്സിൽ പോലും ഈ വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒക്കെ ഒരു അപ്രിയമായ ഒരു സമീപനം, അല്ലെങ്കിൽ ഒരു ദേഷ്യഭാവം മറ്റുള്ളവരോടൊക്കെ മനസ്സുകളിൽ സൂക്ഷിക്കുന്നത് ഒരു സ്വാഭാവികമായ ഒരു സംഭവം എന്ന രീതിയിലേക്കായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ
ഹിംസ ചെയ്യുന്നിടത്ത് ദ്യൂതം, പാനം, ഹിംസ, അതേപോലെ ഈ സ്ത്രീ അതായത് വ്യഭിചാരം ചെയ്യുന്നിടത്ത് അതേപോലെ ഒന്നാണ് സ്വർണം. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്കറിയാം, സ്വർണത്തെക്കുറിച്ച് ഒരു കഥ തന്നെയുണ്ടല്ലേ, ആളെ കൊല്ലിയാണ് സ്വർണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വർണവും പണവും ഒക്കെ തന്നെയും ആളെ കൊല്ലിയാണ്. അത് മനുഷ്യനെ, അത് മറ്റുള്ളവരെ കൊന്നില്ലെങ്കിലും അത് അവനവനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നാലെ മനസ്സ് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ പണത്തിൻ്റെയും ആർഭാടങ്ങളുടെയും സ്വർണത്തിൻ്റെയും ഒക്കെ പിന്നിൽ മനസ്സ് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ജീവിക്കാൻ മറന്നു പോവുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ജീവിക്കാൻ മറന്നുകൊണ്ട് എന്തൊക്കെയോ നാളെ കാലത്തേക്ക് ജീവിക്കാനുള്ളത് വീണ്ടും വീണ്ടും സമ്പാദിച്ചു കൂട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ തൂക്കം വർദ്ധിപ്പിക്കാൻ, അത് പണമായിക്കോട്ടെ സ്വർണമായിക്കോട്ടെ, അതിനുവേണ്ടി പായുമ്പോൾ ഇന്നീ കിട്ടിയ നിമിഷം, നാളത്തെ നിമിഷം നമുക്ക് ഉറപ്പില്ലാതിരിക്കെ ഇന്നീ കിട്ടിയ നിമിഷം ജീവിക്കാൻ മറന്നുകൊണ്ട് അവയൊക്കെ സമ്പാദിക്കാനുള്ള പരക്കം പാച്ചിലാണ് ഇന്നീ കലിയുഗത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 4-5 ഇടങ്ങളിലാണ് കലിക്ക് ഇരിക്കാനായിട്ട് അന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ഇടം കൊടുത്തിരുന്നത്. അതായത് ദ്യൂതം, പാനം, ഹിംസ, സ്വർണം, സ്ത്രീ, ഇങ്ങനെയുള്ള 5 ഇടങ്ങൾ കലിയുടെ വിളയാട്ട കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ ഭക്തിദേവി ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് വന്ന് ഭൂമിയിൽ കലിയെ ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്തത്? എന്തുകൊണ്ട് ഭഗവാൻ ഇത് കണ്ടിട്ടും, ഈ കലിയുടെ വിളയാട്ടം കണ്ടിട്ടും ഭഗവാൻ അങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നു എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ നാരദ മഹർഷി പറയുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവച്ഛരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗ ഇവ സാരഭുക്. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ വിസർഗം ആദ്യത്തെ പാദത്തിൻ്റെ അവസാനം ഗതഃ എന്ന് പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തത് ദിഗ്വിജയേ, അത് തുടക്കക്കാർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാവുമോ എന്നറിയില്ല. പിന്നെ അടുത്ത ദീനവച്ഛരണം, അവിടെ ശരണം എന്ന് വായിക്കരുത്, ഛായാണ്. അത് ശ രണ്ടും ചേർന്ന് കഴിയുമ്പോൾ അത് ഇച്ഛായാവും. അതുകൊണ്ട് ദീനവച്ഛരണം. അതുപോലെ മാരണീയോയം, അവിടെ അതും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.